നല്ല നസിഹത്തുകൾ പരസ്പരം ചെയ്യുക. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആഖിറത്തിലേക്കുള്ള ഒരു പാലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ പാലത്തുമ്പോൾ കൂടിയാണ് നമ്മൾ അത് പോയി ആഖിറത്തിലെത്തേണ്ടത്. അപ്പം ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ, സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ ഒപ്പം കൂടിയ ഒന്നും കിട്ടൂല ആർക്കും. അതെന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാൽ ആൾ കൂടും വേണ്ടത്. ഇതിലാകെ നമുക്ക് ലഭിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദുആ ലഭിക്കപ്പെടും. അപ്പൊ ഉഖ്റവിയാവുന്നതായ ഗുണം വല്ലതും കാംക്ഷിച്ചുകൊണ്ട് മാത്രം കൂടാൻ പറ്റിയൊരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അല്ലാതെ ഭൗതികമാവുന്ന താല്പര്യം, ആ ഒരു ഗുണമാണ് നമ്മളെ വിക്കായന്റെയും നമ്മളെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, നമ്മളെ വളണ്ടിയേഴ്സൊക്കെ, അവരെല്ലാം നമ്മൾ കാണപ്പെട്ടത്. ഇത്തരം ആളുകളെ മുഴുവൻ ഒഴിവാക്കിയിട്ട് പുതുതായി വന്ന കുറെ അവതാരങ്ങൾ സമത്തക്കാരായി ചമഞ്ഞിട്ട് പഴയ 89-ലെ ചരിത്രമൊന്നും അറിയാത്ത ഏർപ്പാട്, ആ രീതി ശരിയല്ല. അത് അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് പറയാനാണ് നമ്മൾ കൂടിയിട്ടുള്ളത്. നിങ്ങളൊക്കെ ഇന്ന് വന്ന പോലെ ജാഗരൂകരാണെങ്കിൽ അവരെ പിടിച്ചു കെട്ടാൻ നമുക്ക് കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽക്ക് കഠിനാധ്വാനം ചെയ്ത് തലമുറകളായി ഈ പരിശുദ്ധമായ ദീനിനെ കൈമാറി വന്ന് നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അടുത്തു വരാൻ പോകുന്ന തലമുറയിലേക്ക് നാം ഇതിനെ കൈമാറിക്കൊടുക്കണം. അത് കൈവിട്ടു പോകാൻ പാടില്ല. ഒരക്ഷരത്തിന് വ്യത്യാസമില്ലാതെ, ഒരു പുള്ളിക്ക് വ്യത്യാസമില്ലാതെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളെ നമ്മൾ കൈമാറിക്കൊടുക്കണം. ഇത് ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു വരെ സത്യം ഇവിടെ നിലനിൽക്കണം. അതിൽ ഭാഗവാക്കുകളാകുവാനും നമ്മളുടെ കഴിവിൻ്റെ പരമാധിപതി അതിൽ പങ്കാളികളാകുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിനുള്ള തടസ്സങ്ങൾ ഇവിടെ ആര് സൃഷ്ടിക്കുകയാണെങ്കിലും ആ തടസ്സങ്ങളൊക്കെ നീക്കി മുന്നോട്ട് ഗമിക്കാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പാണക്കാട് സാദിഖ് നിശ്ചയാപങ്ങളല്ലാത്ത ബാക്കിയുള്ള കാളിമാരൊക്കെ മുജ്തഹിദീങ്ങളാണെന്നാണോ നിന്റെ വാദം? ഒരു കാര്യം മനസ്സിലാക്കണം, പാണക്കാട്ടെ കുട്ടികളെ തൊട്ട് കളിച്ചാൽ അത് തീക്കളിയായിരിക്കും കേട്ടോ. ലക്ഷക്കണക്കിൽ മുസ്ലിമീങ്ങൾ നടുറോട്ടിലിറങ്ങും. പെടഞ്ഞു മരിക്കേണ്ടി വന്നാൽ ഞങ്ങൾ പെടഞ്ഞു മരിക്കും. പരിശുദ്ധ ദീൻ സഹാബാക്കൾ ഇവിടെ കൊണ്ടുവന്നതുപോലെ തന്നെ ഇങ്ങനെ പാരമ്പര്യമായി നടന്നു പോന്നു. പിന്നെ എപ്പോഴാ അതിന് വ്യത്യാസം ഉണ്ടായത്? ഈ വഹാബികൾ കടന്നു വന്നു. അവരിവിടെ കടന്നു വന്നിട്ട് എന്താ അവിടെ ഉണ്ടാക്കിയ നവോത്ഥാനം? ഒരുപാട് സംഗതികൾ ഇസ്ലാമിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. നിങ്ങൾ നോക്കൂ, ഈ തൊപ്പും തലയെക്കെട്ടിട്ട ഈ സദസ്സ് എന്തൊരു ഭംഗിയുള്ള സദസ്സാണ്, മലായിക്കത്തുകളുടെ സാന്നിധ്യമുള്ള സദസ്സാണ്. ഇതവർ മായ്ച്ചു കളഞ്ഞു. അവർ സദസ്സ് പോയി എങ്ങനെ കാണുമോ? ആദ്യം അവരെടുത്ത് നമ്മളെ തലയെക്കെട്ടെടുത്ത് കളഞ്ഞു, തൊപ്പിയെടുത്ത് കളഞ്ഞു. ഇതാണ് അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ദുആന്റെ സദസ്സുകളുണ്ട് അവർക്ക്, അവരെടുത്ത് കളഞ്ഞു. എവിടെയെങ്കിലും മൗലിദിന്റെ സദസ്സുണ്ടോ? എടുത്തു കളഞ്ഞു. സിയാറത്തുകളുണ്ടോ? അങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങളും എടുത്തു കളഞ്ഞു. തറാവീഹ് 20 റക്അത്തുള്ളത് 8 ചുരുക്കി. ഇങ്ങനെ ദീനിൽ കുറെ ചുരുക്കങ്ങൾ വരുത്തി എന്നല്ലാതെ എന്താണ് അവരിവിടെ സ്ഥാപിച്ചത്? നവോത്ഥാനം എന്താ സ്ഥാപിച്ചത്? പിന്നെ ഇപ്പോ നടക്കുന്നു ആദർശ സമ്മേളനങ്ങൾ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദർശം എന്ന് പറഞ്ഞാൽ എന്താ? ബിദ്ഈ പുത്തൻ പ്രസ്ഥാനങ്ങൾക്ക് എതിരായതാണ് നമ്മൾ ആദർശം. എന്നാൽ ഈ ആദർശ സമ്മേളനത്തിൽ ഒരക്ഷരം മുജാഹിദിനോ ജമാഅത്തിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധേയ പ്രസ്ഥാനത്തിനോ എതിരെ ഒരക്ഷരം ആരും പറഞ്ഞിട്ടില്ല. പാണക്കാട് തങ്ങന്മാരെ സമസ്തയുടെ പേരിൽ കുത്താനും ചവിട്ടാനും മേലിൽ നിലകൊണ്ടാൽ ആ നിലകൊള്ളുന്നവരാരോ അവരെ നിലക്ക് നിർത്തും ഞങ്ങൾ. അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്, എനിക്ക് പറയാനുള്ളത്. അവരെ നിലക്ക് നിർത്തും. ഇനി കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് രഹസ്യമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം നിങ്ങളെ സ്വഭാവം. പോണം നായിന്റെ മോനെ, അന്തസ് വർക്കാത്തന്നെ. പോണം നായിന്റെ മോനെ, അന്തസ് വർക്കാത്തന്നെ. റബ്ബുൽ ആലമീനായ റബ്ബിന്റെ പൊരുത്തമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇസ്തിംദാദുൽ അബ്ദി റബ്ബഹു അല്ലെങ്കിൽ മിൻ റബ്ബിഹി, റബ്ബിൽ നിന്ന് മദദ് തേടിയും കൊണ്ടുള്ള ഈ പ്രവർത്തനങ്ങൾ മുഴുവനും അത് റബ്ബിനുള്ള ഇബാദത്തായി മാറുന്നു. നമ്മൾ ഇവിടെ പ്രസംഗിക്കുന്നത് ഇബാദത്താണ്, ഖുർബത്താണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഖുർബത്താണ്. എന്തേ കാരണം? ഇതിന്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്കൊരു ഉൾവിളിയുണ്ട്. പടച്ചവനെ, നിന്റെ ദീന് പഠിക്കാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്, നിന്റെ
പൊരുത്തത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്, നീ ഇതൊക്കെ കബൂൽ ചെയ്യണേ, ഇതൊക്കെ നിന്റെ പൊരുത്തത്തിലാക്കണേ എന്ന ഒരു ഉൾവിളി ഇവിടെ നിങ്ങൾ ഇരിക്കുമ്പോഴും ഒക്കെ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഇബാദത്തായി മാറി. താൻ മുശാവറ മെമ്പർ ആവാനും യോഗ്യനല്ല എന്ന് ഈ സമൂഹം പ്രഖ്യാപിക്കാൻ പോവുകയാണ്, ഈ സമൂഹം തീരുമാനിക്കാൻ പോവുകയാണ്. വിട്ടുവീഴ്ചയുടെ പ്രശ്നമില്ല, കാര്യത്തിൽ വിട്ടുവീഴ്ചയുടെ പ്രശ്നമില്ല. സമസ്തന്റെ കീഴിൽ നിൽക്കുമ്പോൾ സമസ്തയായിട്ട് അടിയുറച്ച് ആശയാദർശത്തിൽ നിലനിൽക്കാൻ സാധിക്കണം. അതിൽ നിന്നും നമ്മൾ വ്യതിചലിച്ച് പോയി കഴിഞ്ഞാൽ അത് വലിയൊരു പരാജയത്തിലേക്ക് പോവും. സമസ്തയുടെ ലക്ഷ്യവും അതുപോലെ തന്നെ സമസ്ത നമുക്ക് മുന്നിൽ വെക്കുന്നത് ആത്മീയമായിട്ടും അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള വിധേയ പ്രസ്ഥാനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരോടുള്ള ഒരു ഫൈറ്റാണ്. നമ്മൾ 100% എല്ലാവരും സമസ്തയാവാൻ ശ്രമിക്കുക. ആത്മീയമായിട്ട് നമുക്ക് അള്ളാഹുവിലേക്ക് നമ്മുടെ വിജയിക്കാനുള്ള വിജയപാത അത് സമസ്ത മാത്രമാണ്, അത് സുന്നത്ത് ജമാഅത്താണ്. അതിൽ അടിയുറച്ച് നമ്മൾ നിൽക്കേണ്ടതുണ്ട്. നമുക്ക് ആഖിറമാണ്. ജമാഅത്തിന് നമ്മൾ സുബൈക്കും അതുപോലെ തന്നെ മഗ്‌രിബിനൊക്കെ കുട്ടികൾ ചിലപ്പോൾ അസർക്ക് ആളുകൾ കുറവായിരിക്കും. അപ്പോൾ ജമാഅത്തിന് പള്ളികൾ ആളെ നമ്മൾ പരമാവധി പള്ളിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. അങ്ങനെ അച്ചാരം വാങ്ങിയിട്ടാണ് പടിയെടുക്കുന്നതെങ്കിൽ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് കഴിയും. എങ്കിൽ ആ അച്ചാരം തിരിച്ചു കൊടുത്തിട്ടേ നിങ്ങളെ സമാധാനത്തോടെ ഉറക്കുകയുള്ളൂ. ആദർശം അമാനത്താണ് എന്ന ഒരു ക്യാമ്പയിൻ ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണല്ലോ. ബിദ്അത്തിന്റെ ഗൗരവം എന്താണ് ഇന്ന് ഏറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇന്നത് നിസ്സാരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ബിദ്അത്ത് എന്നാൽ എന്താണ്? സാങ്കേതികമായി പറഞ്ഞാൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും എതിരായ വിധത്തിൽ പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ട ആചാരങ്ങളാണ് ബിദ്അത്ത്. ഇഹ്ദാസു അംറിൻ യുഖാലിഫു കിതാബൻ ഔ സുന്നത്തൻ ഔ അസറൻ ഔ ഇജ്മാൻ ഫഹാദിഹി ബിദ്അത്തുൽ ദലാൽ. മൗലികമായി വിശുദ്ധ ഖുർആനോ തിരുസുന്നത്തിനോ പണ്ഡിതന്മാരുടെ ഇജ്മാഴിനോ അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ അസറുകൾക്കോ വിരുദ്ധമായ നിലയിൽ പിൽക്കാലത്തുണ്ടാക്കപ്പെട്ട കാര്യങ്ങളാണ് ബിദ്അത്ത്. അത്തരം ബിദ്അത്തുകൾ ഒരാൾ ഉൾക്കൊണ്ടാൽ അത് അത്യന്തം അപകടകരമാണ്. നമുക്കറിയാം, നമുക്കിടയിലുള്ള ഇത്തരം വിവേകമില്ലാത്ത ചില ആൾക്കാരുടെ പ്രവർത്തനം മുഖേന നമ്മളെ നേതാക്കന്മാര് തന്നെ വളരെ വിഷമിച്ചുകൊണ്ടാണ് കഴിയുന്നത്. നേതാക്കന്മാർക്ക് തന്നെ വളരെ പ്രതിസന്ധിയും പ്രയാസവും സൃഷ്ടിച്ചുകൊണ്ടാണ് അത്തരം ആൾക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ മഹത്തായ സംഘടനക്കുള്ളിൽ വന്നുകൊണ്ട് ഇത്തരം കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി സമൂഹത്തെ രണ്ട് തട്ടിലാക്കാൻ വേണ്ടി ആരെങ്കിലും ഒരുങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ശ്രമം ഇവിടെ വിഴപ്പോവുകയില്ല. ഭൂമിയിലെ മനുഷ്യന്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന മനുഷ്യന്, അവന് വഹീ മുഖേന ദിവ്യ സന്ദേശം കൊടുക്കാനുള്ള ഒരു പാകത ഈ പ്രകൃതിയിലുണ്ട് എന്ന് നമ്മൾ സമ്മതിച്ചാൽ സ്വാഭാവികമായി അത് മുഖേന സ്ഥാപിതമാകുന്നത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആദർശമാണ്. എന്തുകൊണ്ട്? ഇഷ്ടപ്പെട്ട മനുഷ്യർക്ക് വഹീ കൊടുക്കാമെങ്കിൽ ഇഷ്ടപ്പെട്ട മനുഷ്യർക്ക് വഹിയല്ലാത്ത ദിവ്യബോധനവും കൊടുക്കാൻ പറ്റുമെന്നാകണം. ഇൽഹാം കൊടുക്കാൻ പറ്റണം. ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന മനുഷ്യർക്ക് മുഅ്ജിസത്ത് കൊടുക്കാനുള്ള ഒരു പാകത ഈ പ്രകൃതിയിലുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട മനുഷ്യർക്ക് കറാമത്ത് കൊടുക്കാനും അള്ളാഹുവിന് സാധിക്കണം. നമ്മളെ ഉമ്മർ ഫൈസിന്റെ ആ യോഗ്യത ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഈ ഉമ്മർ ഫൈസിന്റെ യോഗ്യത ഇവർക്ക് ആർക്കും കിട്ടിയിട്ടില്ലേ? എന്താണ് ഇപ്പൊ ഈ പറയുന്നത്? ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ അടുപ്പിന് 3 കല്ല. ഒന്ന് പാണക്കാട് കുടുംബം, മറ്റൊന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, വേറെ ഒന്ന് സമസ്ത. ഇത് 3 കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പുരോഗതികളൊക്കെ നേടിയെടുക്കാൻ കഴിയുള്ളൂ. കേവലം ഉമ്മത്തിയത്ത വാദങ്ങൾ ഉന്നയിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ സുന്നത്ത് ജമാഅത്ത് പറയാൻ പാടില്ല, ആദർശ പ്രചരണങ്ങൾ പാടില്ല, ആദർശ സമ്മേളനങ്ങൾ പാടില്ല, ആദർശ പ്രഭാഷണങ്ങൾ പാടില്ല. അങ്ങനെയുള്ള വേദികളിൽ ജമാഅത്തെ ഇസ്ലാമിയെ പറയരുത്, മുജാഹിദിനെ പറയരുത്, വഹാബിസത്തെ പറയരുത് എന്ന് പറഞ്ഞ് ഉമ്മത്തിയത്ത് പഠിപ്പിക്കാൻ വരുന്നവരോട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിങ്ങളും ചിന്തിക്കണം. നമ്മളെ സിറാത്തുൽ മുസ്തഖീമിന്റെ ആളുകളാണെങ്കിൽ
നമ്മൾ പരലോകത്ത് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന ആത്മീയ വഴി, മഹാന്മാരുടെ വഴി, അതിന് തന്നെയായിരിക്കണം ഒന്നാം സ്ഥാനം നൽകേണ്ടത്. അതിനപ്പുറത്ത് സകല വൃത്തികേടുകളും ചെയ്യുന്ന, വൃത്തികെട്ട വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന വിദഗ്ധകാരോട് രാജിയായി പോകാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ഞങ്ങൾ എടവണ്ണപ്പാറയിലെ ഒരു സമ്മേളനം നടത്തി. അന്നൊരു പ്രമേയവും എടുത്തു. ഉമ്മർ ഫൈസിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് ഞങ്ങൾ പറഞ്ഞു, നടപടിയെടുക്കണമെന്ന്. പിറ്റേ ദിവസം ബന്ധമില്ലെന്നൊരു വാക്ക്, പിന്നീട് ഒരു കാരണം കാണിക്കൽ നോട്ടീസ്. ഇതുകൊണ്ടൊന്നും അടങ്ങിയിരിക്കുമെന്നോ അതിലങ്ങനെ ഞങ്ങളെ മയക്കി കിടത്താമെന്നോ കരുതരുത്. തീർച്ചയായിട്ടും നടപടി തന്നെ വേണം. എത്ര വലിയ സ്ഥാനന്മാര് ഇരുന്ന ആ വലിയ കസേരകളിലാണ് ഇവന്മാരൊക്കെ ഇരിക്കുന്നത്. ഇനി ഇത് അടങ്ങിയിരിക്കുമെന്ന് നിങ്ങൾ ആരും കരുതരുത്. ഞങ്ങളും ഇറങ്ങുകയാണ്. ഞങ്ങൾ ഇറങ്ങിയാൽ ഉറക്കമില്ലാത്ത രാവുകൾ നിങ്ങൾക്കുണ്ടാവും. ഇത് ഒരു മുന്നറിയിപ്പായി തന്നെ നിങ്ങൾക്ക് കരുതാം. ആ കൈ ഞങ്ങൾ പിടിച്ചു കെട്ടും. നമ്മുടെ ഉസ്താദുമാരും കാരണവന്മാരും ഉലമാക്കളും ഉമറാക്കളും ഒക്കെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നമ്മുടെ മഹല്ല് സംവിധാനങ്ങളിലൂടെ നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കിയത്. എന്തിനാണത്? മതബോധമുള്ള, ആവശ്യത്തിന് ഭൗതിക വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയെ നമ്മുടെ നാട്ടിൽ വളർത്തിക്കൊണ്ടുവരണമെന്ന താല്പര്യത്തിലേക്ക് നമ്മുടെ സമുദായം മുന്നോട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? പരിശുദ്ധമായ ദീനിനെ അതിന്റെ യഥാർത്ഥ സ്രോതസ് നിന്ന് പഠിച്ചുകൊണ്ട്, പരിശീലിച്ചുകൊണ്ട്, തർബിയത്ത് ലഭ്യമാക്കിക്കൊണ്ട് ഒരു യഥാർത്ഥ മുസ്ലിം ഉമ്മത്ത് ഈ സമൂഹത്തിൽ തലമുറകൾ മാറി മാറി വന്നാലും നിലനിൽക്കണം എന്ന താല്പര്യത്തിന്റെ ഭാഗമാണ്. ആ തങ്ങളെ കോഴിക്കോട്ടുകാർക്കറിയാം. ആ തങ്ങളെ നിയന്ത്രിക്കുന്ന OP അഷ്റഫുമാരെ അറിയാം. ഇനി ഒന്നേ പറയാനുള്ളൂ, ഇനിയും ഇതുപോലുള്ള പാണക്കാട് തങ്ങന്മാർക്കെതിരെ ഇതുപോലുള്ള ജൽപ്പനങ്ങൾ നടത്തിയാൽ ഇനി കൈകാര്യം ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കുമെന്ന്